ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കര ആദ്യം ചീകി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ആ ശർക്കര അതിലേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരണം. അതിനുശേഷം നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കാം. അതിലുള്ള അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ അരിച്ചെടുത്ത ശർക്കര പാനി, അതായത് 1.5 കപ്പ് ശർക്കരയായിരുന്നു ഞാൻ ആദ്യം പാനിയാക്കിയത്, അത് മുഴുവനും അതിലേക്ക് ചേർക്കുക. അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും, കുറുകൊന്നും വേണ്ട, ജസ്റ്റ് തിളച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മളിവിടെ ഒരു തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ളൊരു തേങ്ങ ചിരകിയത് അതിലേക്ക് ചേർക്കുവാണ്. ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് അതിനകത്ത് ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് വറ്റി വരുന്നതായിരിക്കും വെള്ളം. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് നമ്മൾ കുറച്ച് ചെറിയ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതാണിത്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. വല്ലാതെ ഡ്രൈ ആയി പോയാൽ ബുദ്ധിമുട്ടാവും. ഇനി ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റോസ്റ്റ് ചെയ്ത അരിപ്പൊടി, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിയുടെ അതേ അളവിൽ തന്നെ ഇവിടെ 3 കപ്പ് വെള്ളം ഞാനിവിടെ തിളക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ച വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നല്ല തിളച്ച വെള്ളം, ചൂടാണ്. സ്പൂൺ വെച്ച് പതുക്കെ ഇളക്കി കൊടുക്കുക. മുഴുവൻ വെള്ളവും ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി വീണ്ടും ചേർത്ത് ആ രീതിയിൽ വേണം ചെയ്യാൻ. അരിയുടെ ആ ഒരു കമ്പനിയുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഈ വെള്ളം കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ആവാം. അതുകൊണ്ടാണ് മുഴുവനും ഒരുമിച്ച് ചേർക്കരുതെന്ന് പറയുന്നത്. നമ്മൾ കുറേശ്ശെയായിട്ട് ചേർക്കുക. ഇനി നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാറാവുമ്പോഴേക്കും അത് പതുക്കെ കുഴച്ച് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കൊടുക്കും. പിന്നെ ഒപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട കിട്ടാനും ഇങ്ങനെ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി അതിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ ഉരുളയായിട്ട് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്പൂൺ അളവിൽ, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ അറിയാമല്ലോ, അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ശർക്കരയുടെ മിക്സ് ചേർക്കുക. വല്ലാതെ കുത്തി നിറച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അവസാനം അത് പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ശർക്കര നീര് പുറത്ത് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് അതിൽ കൊള്ളാവുന്ന രീതിയിൽ ചെയ്യുക. വല്ലാതെ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് താഴെ വെച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ട് തൊട്ടാൽ മതി. ആ വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നമ്മളൊന്ന് ഉരുട്ടിയെടുത്താൽ അധികം ഡ്രൈ ഒന്നും ആവാതെ നല്ല രീതിയിൽ ഷേപ്പായി കിട്ടും. അങ്ങനെ ഈ ഉരുള നമ്മളെടുത്തു. ഈ ഒരു രീതിയിൽ നമ്മൾ ആ മാവ് മുഴുവനും ഉരുളകളാക്കി അതിനകത്ത് ഫില്ലിങ് ചെയ്ത് വീണ്ടും ഉരുളകളാക്കി ഉരുട്ടി സ്റ്റീം ചെയ്യാനായി വെച്ചു. നമ്മളൊരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആവിയിൽ ഇതെല്ലാം വെച്ചു വേവിക്കുവാണ്. ഒരു 15 മിനിറ്റോളം ഞാനിത് വേവിച്ചു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ കൊഴുക്കട്ടയെല്ലാം വെന്തിട്ടുണ്ട്. എന്നാലും ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അത് മൂടി വയ്ക്കാം, അത് ഓഫ് ചെയ്തിട്ട്. അതിനുശേഷം ചൂടാറിയിട്ട് നമുക്കത് എടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ നല്ലൊരു കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്.